എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഈ ഒരു പുല്ലും എന്നെ കാണിക്കാനില്ല കേട്ടാ. ഇതെല്ലാം ഞാൻ തട്ടിപ്പോന്നാണ് നമ്മള് മേലെ വെക്കാന്ന് പറയുന്നത്. ഇവരുടെ മേലേക്ക് വേഗം തട്ടിപ്പോണ്ടാന്ന് വെച്ചിട്ടാ മേലെ വെക്കാന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ഓപ്പോസിറ്റാ സംസാരിക്കുന്നത്. നയിപ്പ് നയിപ്പ് നയിപ്പാണേ തിരക്ക് നോക്ക്. അവസ്ഥ ഗൈസ്, കോഴിക്കോട് എത്തിയിരിക്കുന്നു. ഹേയ് ഗൈസ്, രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളിയിട്ടുണ്ട്. ഒരു 5 മണി 5:30 ആകുമ്പോൾ വണ്ടി വന്നിട്ടില്ല. ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ മോട്ടോ ലാഗാണ് സാറേ ഞങ്ങളുടെ മെയിൻ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ താമസിച്ച വീടാണ്. ഇവിടെ കുറേ പേരുണ്ട്, അതൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്ക്. കുറേ പേര് ഉറങ്ങുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. നമ്മളിപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റത് എന്തിനാണെന്ന് വെച്ചാൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോകാനും അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാനുമാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി. പക്ഷേങ്കിൽ വണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ലേഖാണ് സാറേ ഞങ്ങളുടെ മെയിൻ. അപ്പം അമ്പലത്തിൽ പായസം കിട്ടുമെന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം, നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുന്നത് നമുക്ക് പായസം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെങ്ങനെ പോവാണ്. നമ്മുടെ ചേട്ടൻ വന്നു, വണ്ടിയും കൊണ്ട് പോവാണ്. എല്ലാവർക്കും ഒരു ഉറക്കപ്പിച്ചുണ്ട്. പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാതെ തിരിച്ചു വരില്ല എന്നുള്ളൊരു പ്രതിജ്ഞയിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അറിയില്ല, ലെറ്റ്സ് സീ. ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ അമ്പലപ്പുഴ. ഇവിടെ അമ്പലമുണ്ട്. ഇവിടുത്തെ പായസം എല്ലാവർക്കും അറിയാമല്ലോ, വളരെ ഫേമസ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പായസം ഇവിടുത്തെ കിണറ്റിലുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇവിടുത്തെ പായസം ഉണ്ടാക്കുന്നത്. വൈക്കലുണ്ട്. അതെ വീകല്ലേ. അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. ഇവിടെ ഇത് ഗോമാതാവൊക്കെ ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഇത് കയറി വരുന്ന എൻട്രൻസ് ആണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി മുതൽ ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ പരിചയമായി. അതായിരുന്നു അവസ്ഥ. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ചുറ്റിക്കറങ്ങലായിരുന്നു. ഇത് കണ്ടോ. പിന്നെ ഇവിടെ പുഷ്പാഞ്ജലിക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തൊഴുതിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ മറ്റേ ആ തത്ത സംഭവങ്ങളിലെ കൈനോട്ടക്കാരനെ കണ്ടത്. അപ്പോൾ വിചാരിച്ച് ഭാവി ഒന്ന് അറിയാമെന്ന്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ കണ്ടോ. ഇനി ഫുൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ. ഇപ്പോൾ 2022-24-25 വീട് ഭവനം വെക്കാനോ ഭൂമി വാങ്ങാനോ ജോലി സംബന്ധമായ കാര്യത്തിൽ കയറാനോ പഠിത്തം കൊണ്ട് ഉയർച്ച കിട്ടാനോ വിദേശ പോക്കൊക്കെ കാണും. ഇവിടെ പെങ്ങൾക്ക് ദോഷങ്ങളില്ല. ഏറ്റുമാനൊരു അപ്പൻ 7 പൊന്നാണ് ശിവനെ കിട്ടിയത്. ദൈവവിശ്വാസം ദൈവ അനുഗ്രഹമുണ്ട്. നല്ലതേ ഉള്ളൂ. പരമേശ്വരൻ ഉയർച്ചയേ ഉള്ളൂ. നല്ലതേ ഉള്ളൂ. വെപ്രാളമുണ്ട്, ധൃതിയുണ്ട്. വെപ്രാളം ധൃതി എടുത്ത് ചാട്ടമുണ്ട്, മുൻകോവിയുണ്ട്. അത് കുറച്ചാൽ മതി. ക്ഷമ കൊണ്ട് പോയാൽ മതി. എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട്. പണം നഷ്ടം, പൈസ നഷ്ടം എല്ലാം കഴിഞ്ഞു. പിന്നെ നല്ലത് കൂട്ടുകക്ഷികൾ കുറയ്ക്കുക. വയസ്സുക്ക് മൂപ്പവരുടെ മാർക്കണ്ടൻ എന്ന് ശ്രദ്ധി പോലെ 3 മാസത്തിലെ വെളിരാജ്യം, പുറം രാജ്യം, ദൂര സ്ഥലങ്ങൾ ഭാഗ്യവരമാണ്. വീട്ടിലെ ആരും വെളിയിൽ പോയിട്ടുണ്ട്.
കുടുംബത്തിലെ നിങ്ങൾക്ക് പഠിത്തം കൊണ്ട് ഉയർച്ചയുണ്ട്, ജോലിക്ക് കയറാനുണ്ട്, ആലോചിക്കപ്പെട്ട കാര്യങ്ങൾ തീറി എടുത്തുചാട്ടമുണ്ട്, സഹോദരൻ വേറെ ആൾക്കാർ നിങ്ങൾ പേരെ കൂടെ നോക്കുന്ന കാര്യമുണ്ട്, കല്ലെത്തുന്നത് മനസ്സിലെ ചതിയില്ല. അതായത് കക്കണ കല്ലി കാസർഗോഡുകാർക്ക് തന്നെ അവർക്കാർ പിന്നെയില്ലേ ഈ പരിപാടികളിൽ നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചല്ല ഉള്ളത് കേട്ടോ. രണ്ടുപേരും അവിടെ ലൈന് നിൽക്കണം പായസത്തിന്. നമ്മൾ ഷിഫ്റ്റാണ് മൊത്തം, കുറച്ചാൾ പുറത്താണെങ്കിൽ കുറച്ചാൾ അവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റക്കായിരുന്നു. അവരൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ലൈനിൽ നിന്നു, പിന്നെ ഞാൻ കഴിക്കുമ്പോൾ അവർ ലൈനിൽ നിന്നു. ഇത് കണ്ട 5 മണിക്ക് വന്നിട്ട് ഇപ്പോൾ 12 മണിയായി. പാവ അമൃത ഉറങ്ങിപ്പോയി. പക്ഷെ ഇതെന്തുറക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്ത് ഇങ്ങനെ ആരും ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബെഞ്ചിൽ ഉറങ്ങി ഇങ്ങനെ ഉറങ്ങി അമൃത. അയ്യോ ഒന്നും പറയണ്ട. അതാ പായസം വന്നു. അപ്പോൾ 1 മണി ആയിനെന്ന് തോന്നുന്നു. 1 മണി ആയപ്പോൾ ഇവരിങ്ങനെ പായസം കൃഷ്ണന് ഇങ്ങനെ ആദ്യം വെക്കും, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കൃഷ്ണന് ആദ്യം വെച്ചതിന് ശേഷമേ കൊടുക്കുള്ളൂ. അതായത് ഇപ്പോൾ യദുവാണ് ലൈനിൽ നിൽക്കുന്ന ആൾ, നമ്മൾ സൈഡായി. അപ്പോൾ യദു ലൈനിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എല്ലാവർക്കും കൊടുക്കണോ? ഇപ്പം തന്നെ സമയം നന്നായിട്ടായി, നമ്മൾ മുഷിഞ്ഞൊരു വകയായി എന്ന് തന്നെ പറയുക. 1 മണി. അപ്പോൾ 1 മണിക്കും കിട്ടിയിട്ടില്ല, ഇനിയും കുറേ സമയം എടുക്കും. ഈ സമയത്ത് ഞാൻ പോയിട്ട് ബോളി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ. ഉണ്ട്, നമുക്ക് ബോളി വാങ്ങിക്കാം. ചേച്ചി ബോളി ഉണ്ടോ? ഇല്ലേ? ഇപ്പോഴത്തെ തിരക്ക് നോക്കിയാ ഇപ്പോഴത്തെ സമയത്ത് 1 മണി കഴിഞ്ഞില്ല. അമ്മോ, ഞാൻ പോയി ബോളിയൊക്കെ വാങ്ങിച്ചു വന്നു. ഗൈസ്, ഈ ഒരു മുതലിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മണി മുതൽ കാത്തിക്കുന്നത്. ഇപ്പൊ സമയം 1 മണി. പോയിട്ട് എടുക്കാനോ? ചൂടുണ്ട് ചൂടുണ്ട്. പക്ഷെ ഇതാ പർച്ചേച്ചിക്ക് ഇതാ ഏതുകൊണ്ട് തിന്നേണ്ട തിരക്കാണ്. എനിക്ക് തിന്നേണ്ട തിരക്കല്ല, എന്നെ റീലൊന്നും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് തന്നെ ഇത് കഴിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിൽ നമ്മളെ ഏട്ടന് പോകേണ്ടതുകൊണ്ട് കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിൽ നമ്മളെ ഏട്ടന് വേഗം പോകേണ്ടത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും കഴിച്ചിട്ട് റിവ്യൂ പറയാം. ബോളി മോനെ ഒന്ന് നിങ്ങൾ അനങ്ങാണ്ട് തെരുവിങ്ങക്ക് ഒരു പ്ലേറ്റ് അങ്ങ് എടുത്തോളാം. വ്ലോഗ് എനിക്ക് തരുവാ, എടുത്താ ഇടുന്നാ. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കാം. ഇതിൻ്റെ കൂടെ ബോളിയും കൂടി ഉണ്ട്. ബോളി ഞാൻ വാങ്ങിച്ചത് ട്രിവാൻഡ്രം ഈ സ്ഥലത്തെല്ലാം ബോളി സാധാരണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ബോളി വെച്ച് ആദ്യം അടിച്ചു നോക്കാം. യദു, ഇത് പൊട്ടിച്ചിട്ട് അത് പൊട്ടിച്ചാ മതി. യദു കളിക്കുന്നേ. യദു, എനിക്ക് വീഡിയോ എടുക്കുന്നവരെ ക്ഷമിക്കാതിരിക്കില്ല. പിന്നെ ക്ലാസ് ഇല്ല. മോളി പോക്കാം. ഇത് നോക്കട്ടെ, ഇതിങ്ങനെ കുടിക്കുവാ. മോളി പോക്കാം. ഇഷ്ടമായില്ല ബോളി.
ഭയങ്കര പറക്കുന്നൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. പറന്നങ്ങ് ഇതൊന്നുമില്ല. അതിനെ കുറിച്ച് മിൽക്ക് മെയ്ഡ് പോലെ ഉണ്ടല്ലേ? അതന്നെ രുചി. ഇത് ഇളക്കിയിട്ടില്ല, ഇത് ഇളക്കണം. കലക്ക് പിന്നെ കഴിക്കാൻ പാടാ. ഞാൻ കഴിച്ച ഭാവിയുണ്ട്. കത്തിയോളാണ് നോക്കുന്നത്. മോനെ ഇതിൽ ഒഴിക്ക്. കിട്ടിയാ അരിയുടെ കിട്ടി. നേരത്തെ തന്നെ പക്ഷെ അരി കിട്ടി. അരി കിട്ടി. എൻ്റെ ഗൈസ് പിന്നെ പായസം കുടിച്ച് ഒറ്റ കാറിൽ കയറി ഒറ്റ വരാണ്. പിന്നെ എല്ലാവരും ഉറങ്ങി. കാരണം നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റല്ല, എല്ലാവരും ഒറ്റ ഉറക്കുക. പിന്നെ എഴുന്നേറ്റത് 4 മണിക്കാറ്റാണ്. ചോറ് പോലും തിന്നിട്ടില്ല കുറേ എണ്ണങ്ങൾ. അത്രയ്ക്കും ടയർഡെന്ന് വെച്ചാൽ അത്രയ്ക്കും ടയർഡായി. ഇപ്പോൾ ഡാൻസ് കളിച്ചിട്ട് ഇത്രയും ടയർഡായിട്ടില്ല. എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇനി കാണാം. അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ട് പിന്നെ ഫുൾ എന്താ സംഭവിച്ചേ? പറ ശ്രീധൻ, പറ എന്താ സംഭവിച്ചേ? സംഭവിച്ച ഗൈസ് ഫുഡില്ല ഗൈസ്, ഫുഡ് ഒറ്റപ്പൊടിയില്ല ഗൈസ്. നമ്മൾ ഇറന്ന് ലാസ്റ്റ് കിട്ടിയത് ഗൈസ്. ഞാൻ കിടന്നുറങ്ങി വരെ ഫുഡ് അടിച്ചു. ഞാൻ കിടന്നുറങ്ങി വരെ ഫുഡ്. നമ്മളെല്ലാരും ഉറങ്ങി കുറച്ച്, കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. രാവിലെ എണീറ്റ് പോയതല്ലേ, നമ്മളെല്ലാരും ഉറങ്ങി. എന്നിട്ട് പിന്നെ ഭയങ്കര തിരക്കായി പോയി. പിന്നൊന്നും സംഭവിച്ചിട്ടില്ല ആക്ച്വലി. പിന്നെ നമ്മള് ഇതല്ല, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയാം. ഓക്കെ, അപ്പം മറ്റേ സ്റ്റേജ് പോലെ തന്നെ ഈ സ്റ്റേജിലെ സ്കൂളിലെ അതുകൊണ്ട് പൊസിഷനിലൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. അതുപോലെ തന്നെ സ്പേസും ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഭാഗം നമ്മളെ അതുപോലെ തന്നെയാ സ്കൂളിന്റെ. അമൃതയുടെ ഒരു പ്രൊഫഷണാലിറ്റിയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റിയത്. ആ ഒരു പ്ലാനിങ്, ആ ഒരു പക്ക പ്ലാനിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ എന്നിട്ട് നമ്മളിപ്പോ ഡാൻസ് ചെയ്യാൻ പോവാണ്. നേരെ പോട്ടെ. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അയ്യോ, കാണിച്ചത്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ബാൽക്കണി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടെ ബാത്റൂം ഇങ്ങനെ വന്നു. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇതൊക്കെയാണ് ഫേസ് വാഷ്. ഇതൊക്കെ ഉണ്ടായിരുന്നു. കോഫി, ഞങ്ങൾ കോഫി ഇട്ട് കഴിച്ചു. വേണ്ടായിരുന്നു, അതൊക്കെ മല്ലു തിങ്സ് അല്ലേടാ. തിരിച്ചു പോവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് നമ്മൾ. ഒച്ചയൊന്നുമില്ല, എനർജി ഒക്കെ കുറഞ്ഞു. നമ്മൾ പോവുകയായിരുന്നു.
നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? അടുത്ത ക്രിസ്മസിനെങ്കിലും കാണാൻ പറ്റും. അടുത്ത ക്രിസ്മസ് ഇപ്പല്ലേ? ഗൈസ് അപ്പൊ നമ്മൾ പോവാണ്. അത് ആലപ്പുഴ കാണിക്ക്. ഇനി എന്തായാലും ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യേണ്ടതും ചെയ്തിനി നമ്മളെ. ഇനി നമുക്കൊന്നും ഇല്ല ഇടാം. ചെയ്യേണ്ടതും ചെയ്തിനി. പോന്നാ നിങ്ങളല്ലേ ഇവിടെ ഇരുന്നത്? നിങ്ങളിവിടെ തന്നെ ഇരുന്നത്. നിങ്ങളിവിടെ ഇരുന്നത് ഞാൻ. നിങ്ങളിവിടെ ഇരുന്നത് ഞാൻ. പിന്നെ നിങ്ങളിവിടെ കുത്തിയിരുന്നല്ലേ? പിന്നെന്താ നിങ്ങളിവിടെ കുത്തിയിരുന്നല്ലേ? സഹകരിച്ച അതന്നെ. അതേപോലെ മേത്തേക്ക് ബാഗ് ഇങ്ങനെ തട്ടി തട്ടി ഒരേണ്ടെന്ന് വെച്ചിട്ട് മേലെ വെക്കാന്നാ പറഞ്ഞ. അതിന് ഇവർ ഓപ്പോസിറ്റാ പറയുന്നത്. മേലെ വെക്കാം ഓപ്പോസിറ്റ് പറയുന്നു. അടുക്കിട്ടാ കിട്ടിയ കേട്ടാ നിനക്കാട്ടിരുന്നോ വേറെ കൂടി കേട്ടാ നിങ്ങാട്ടിരുന്നോ നയിപ്പ് നയിപ്പ് നയിപ്പാണ് തിരക്ക് നോക്ക്. മാവേലി എക്സ്പ്രസിന്റെ തിരക്ക് നോക്കുക ഗൈസ്. ഫുള്ളാണ്. ഫുള്ള്. ഗൈസ് ആ ട്രെയിനിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതെന്താണെന്ന് വെച്ചാൽ കുറേ എണ്ണങ്ങൾ വിചാരമുണ്ട് ട്രെയിൻ അവരെ വകയാണെന്ന്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഇളപ്പിളക്കും. അത് നമ്മളോട് കണ്ണൂരുകാരോട് വിട്ടോടുത്ത് തന്നെ എന്തെല്ലാം ഇളപ്പിളക്കിയത്. അത് നമ്മളും അങ്ങോട്ട് പറഞ്ഞ് നല്ലോണം. എന്താ വെച്ചാൽ നമ്മൾ വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊരു 8 ആളും കുറേ ബാഗും ഉണ്ട്. ശരി, അതൊന്നും വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യണ്ടേ? അവർക്ക് മാത്രം യാത്ര ചെയ്താൽ മതിയാ. നമ്മൾ കുറേ ആൾ ബൾക്കായിട്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാണ്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ടല്ലേ കയറുന്നത്. അപ്പോൾ ബാഗ് വെക്കാൻ സ്ഥലമില്ല. ആയിട്ട് മേലെ കിടക്കുന്ന ഒരാളോട് എഴുന്നേറ്റ് ഇരുന്ന് തരുമോയെന്ന്, ബാഗ് വെക്കാൻ അവിടെ സ്ഥലം തരുമെന്ന് പറഞ്ഞതിന് അടി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ജനറലിൽ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. മാവേലിക്കാണ് വന്നത്. ആ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. ഞാൻ നിലത്ത് കിടന്നിട്ടാണ് വന്നത് ഗൈസ്. സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂരെത്തുന്നവരെ നമുക്ക് സ്ഥലമില്ല. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ നിലത്തല്ല ഏത് കുപ്പത്തൊട്ടിയിലും കിടക്കുമെന്ന് എനിക്ക് മനസ്സിലായൊരു എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലായൊരു സിറ്റുവേഷനാണ്. നമുക്ക് പിറ്റേന്ന് വന്നിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മോർണിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ട്രെയിനൊന്നും പറ്റിയില്ല. ഇതിൽ തന്നെ വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ചാടി കയറി ഇതിൽ കയറിയത്. അതിൻ്റെ പിറ്റേന്നൊക്കെ ഫുൾ ജനറലുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് എന്തായാലും എത്തിയേ തരുമെന്നുള്ള വിചാരിച്ച് സഹിച്ച് നമ്മൾ വന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലപ്പുഴ ട്രിപ്പ്. നമ്മൾ അടിച്ചു പൊളിച്ചു, എല്ലാം എക്സ്പ്ലോർ ചെയ്തു. ആലപ്പുഴ ഫുൾ ഐറ്റിനറി എക്സ്പ്ലോർ ചെയ്തു. കുറേ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം എന്നല്ല, കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. മീൻസ് ഈ ഫുഡിൻ്റെ ട്രെയിൻ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളെല്ലാവരും കൂട്ടത്തിൽ എൻജോയ് ചെയ്തു. ആലപ്പുഴ ഫുൾ ഐറ്റിനറി കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ടോട്ടൽ മൊത്തം എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.